കൊല്ലം തീരത്ത് ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്ധന പര്യവേക്ഷണം അടുത്ത വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കും. ഇതിനായി കടലിന്റെ അടിത്തട്ടിൽ കൃത്രിമ സ്ഫോടനം നടത്തും. ഇതിലൂടെ ലഭിക്കുന്ന ഭൂകമ്പ തരംഗങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭൂപടം ഇന്ധന പ്രകൃതിവാതക മന്ത്രാലയത്തിന് കൈമാറി അനുമതി വാങ്ങിയാണ് ഖനന പ്രദേശം നിശ്ചയിക്കുന്നത്. സീസ്മോഗ്രാഫ് പോലുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചാണ് തരംഗം അളക്കുന്നത്. സീസ്മിക് സർവേക്ക് ശേഷമാണ് ജാക്കബ് സെമി സബ് മെഴ്സിബിൾ കപ്പൽ ഉപയോഗിച്ച് ഖനനം ആരംഭിക്കുന്നത്. അടിത്തട്ടിൽ നിന്നുള്ള എണ്ണയും വാതകവും വേർതിരിച്ചെടുക്കാൻ പ്ലാറ്റ്ഫോമും സജ്ജീകരിക്കും. കമ്പ്യൂട്ടർ നിയന്ത്രിതമായി കപ്പലിനെ നിശ്ചലമാക്കി നിർത്തി ഡ്രില്ലിംഗ് നടത്തുന്ന ഡൈനാമിക് പൊസിഷനിംഗ് ഉൾപ്പെടെ അത്യാധുനിക മാർഗങ്ങളാണ് പരിവേഷണത്തിനുള്ള കപ്പലിൽ ഉപയോഗിക്കുന്നത്. കരയിലുള്ള സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചാണ് പ്രവർത്തനം. കപ്പലിലെ പ്രൊപ്പല്ലർ ത്രസ്റ്റർ സംവിധാനങ്ങളിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. 3 തരം DP സംവിധാനങ്ങൾ ഇവയിലുണ്ട്. ആദ്യം 2 സംവിധാനങ്ങളും പരാജയപ്പെട്ടാൽ DP3യും ഉപയോഗിക്കും. കമ്പാർട്ട്മെന്റിലെ തീപിടുത്തവും മറ്റും അതിജീവിക്കുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കപ്പലിന്റെ പകുതി ഭാഗം വെള്ളത്തിനടിയിലുള്ള സെമി സബ് മെഴ്സിബിൾ റിഗുകൾ, അടിത്തട്ടിൽ കാലുകൾ ഉറപ്പിച്ചു നിർത്തുന്ന ജാക്കബ് റിഗുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഖനനം. 400 മീറ്ററിലധികം താഴ്ചയുള്ള സ്ഥലങ്ങളിലാണ് സെമി സബ് മെഴ്സിബിൾ റിഗ് ഉപയോഗിക്കുന്നത്. 300 മീറ്റർ വരെ താഴ്ചയുള്ള ജലത്തിലാണ് ജാക്കബ് റിഗ് ഉപയോഗിക്കുന്നത്. പരീക്ഷണം ഡോൾഫിൻ ഡ്രില്ലിംഗിന്റെ പര്യവേക്ഷണ റിഗായ ബ്ലാക്ക് ഫോർട്ട് ഡോൾഫിൻ നിലവിൽ ആൻഡമാനിൽ പര്യവേഷണത്തിനുള്ള ഒരുക്കത്തിലാണ്. അവിടെ ഓഗസ്റ്റിൽ പര്യവേക്ഷണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. അതിന് പിന്നാലെയാകും കൊല്ലം തീരത്തേക്ക് എത്തുന്നത്. കൊല്ലം തീരത്ത് 48 കിലോമീറ്റർ അകലെ ആഴക്കടലിൽ 1 വർഷം നീണ്ടു നിൽക്കുന്നതാണ് പര്യവേക്ഷണം. കൂറ്റൻ റിഗായ ബ്ലോക്ക് ഫോർട്ട് ഡോൾഫിനിൽ ഹെലിപാഡുമുണ്ട്. ഇതിനു പുറമെ ഓയിൽ ഇന്ത്യ ഉദ്യോഗസ്ഥർക്ക് എത്താൻ ആശ്രമ മൈതാനത്ത് ഹെലിപാഡ് സൗകര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. റിഗിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും 15 ദിവസം കൂടുമ്പോൾ മാറും. ഇവർക്ക് നഗരത്തിലെ ഹോട്ടലുകളായിരിക്കും താമസ സൗകര്യം. പര്യവേക്ഷണത്തിനിടെ അപകടങ്ങൾ ഉണ്ടായാൽ പ്രവേശിപ്പിക്കാൻ ആശുപത്രി സൗകര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. തുറമുഖ വളപ്പിന് പുറത്ത് യാർഡ് വേണമെന്ന് ഇതുവരെ കരാർ സ്ഥാപനം അറിയിച്ചിട്ടില്ല. യാർഡ് വിട്ടു നൽകുന്നതിനും മറ്റുമുള്ള കരാർ ഒപ്പുവെക്കേണ്ടി വരും. 7 ഏക്കർ വിസ്തൃതിയുള്ള തുറസായ യാർഡ്, 42 ടൺ ശേഷിയുള്ള ട്രെയിൻ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും തുറമുഖത്ത് ലഭ്യമാണ്.